മണി ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അനുകൂല കാലാവസ്ഥയും നല്ല ജലസമൃദ്ധിയുമുള്ള കേരളത്തിൽ അലങ്കാര മത്സ്യകൃഷിക്ക് ഏറെ വാണിജ്യ സാധ്യതകളുണ്ട്. കേരളത്തിലെ ചെറുകിട കർഷകർക്ക് ആദായകരമായ കൃഷിയായി മാറുകയാണ് അലങ്കാര മത്സ്യകൃഷി. ഏതൊരാളുടെയും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ചില്ലുകൂടിനുള്ളിൽ നീന്തിത്തുടിക്കുന്ന അലങ്കാര മത്സ്യങ്ങൾ. പല നിറങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള അലങ്കാര മത്സ്യങ്ങളെ എത്ര നേരം നോക്കി നിന്നാലും മതിയാകില്ല. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും കമ്പനികളിലും ഹോട്ടലുകളിലും അലങ്കാര മത്സ്യങ്ങളെ കൗതുകത്തിന് വളർത്തുന്നത് ഒരു ഫാഷനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അലങ്കാര മത്സ്യകൃഷിക്കും വിപണനത്തിനും സാധ്യതകൾ ഏറെയാണ്. എന്നാൽ നല്ല ജലസമൃദ്ധിയും അനുകൂല കാലാവസ്ഥയും എല്ലാം ഉണ്ടായിട്ടും അലങ്കാര മത്സ്യകൃഷിയുടെ വാണിജ്യ സാധ്യതകൾ നാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. വലിയ മുടക്കുമുതൽ ഇല്ലാതെ തന്നെ അലങ്കാര മത്സ്യകൃഷി ആരംഭിക്കാം. 2-3 സെന്റ് സ്ഥലത്തിനുള്ളിൽ ചെറിയ കുളങ്ങൾ ഉണ്ടാക്കി മത്സ്യക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ ചെറിയ ചില്ല അക്വേറിയങ്ങളിലും മത്സ്യകൃഷി ആരംഭിക്കാം. അലങ്കാര മത്സ്യകൃഷിക്ക് കേന്ദ്ര സർക്കാർ 6 ലക്ഷം രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. കേരളത്തിലെ വീട്ടമ്മമാർക്ക് ആസ്വാദികരവും ആദായകരവുമായ ഒരു ചെറുകിട കൃഷിയാണ് അലങ്കാര മത്സ്യകൃഷി. ചെറിയ തോതിൽ മത്സ്യകൃഷി ആരംഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് പ്രസവിക്കുന്ന ചെറിയ ഇനം മീനുകളെ വാങ്ങുക എന്നതാണ്. ഗപ്പി, സോൾട്ടേൽ, പ്ലാറ്റി, മൂളി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ജലലഭ്യതയുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ കേരളത്തിന് ഇതിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ടിവിടെ ആരും അനുവർത്തിച്ച് വരുന്നില്ല. അതിനുവേണ്ടി പല ഗവൺമെൻറ് ഓർഗനൈസേഷനും ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി കൊടുത്ത് ഇത് വികസിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ 1 കിലോ ഭക്ഷണയോഗ്യമായ മത്സ്യം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 രൂപയാണ് പരമാവധി കിലോയ്ക്ക് വില ലഭിക്കുന്നത്. അതേസമയത്ത് 1 ലക്ഷണമൊത്ത ഗോൾഡ് ഫിഷ് 1 കിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 5000 അല്ലെങ്കിൽ 10000 രൂപ ലഭിക്കും. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള എഫർട്ട് ഈക്വലാണ്. പക്ഷെ അതിന് വിലയുടെ ആ വ്യത്യാസം 100 രൂപ എന്നുള്ളത് 10000 രൂപ ആകുമ്പോൾ ആ 100 ഇരട്ടി വർധനവ് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കൃഷിയാണ് അലങ്കാര മത്സ്യം വളർത്തുക. കാരണം നമ്മുടെ തൊടിയിൽ ഒരു 3-4 സിമെന്റ് ടാങ്ക് ഉണ്ടാക്കുക, 3-4 ഗ്ലാസ് ടാങ്ക് ഉണ്ടാക്കി ഗപ്പി, മോളി, സോട്ടൈൽ അതുപോലുള്ള പ്രജനന നടത്തുന്ന മത്സ്യങ്ങളെ സുഖമായിട്ട് ഒരു 3 മാസം കൊണ്ട് മാർക്കറ്റബിൾ സൈസ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് ഏജൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർ പോയി എടുത്തോളൂ കൊടുക്കും. ഇവർ കൊണ്ടുവരുന്നത് ഇവിടെ ചെയ്യാൻ ഇത് മുതലാവില്ല. ഒരു എറണാകുളം പോലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു കട ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ മുതലാവില്ല. പക്ഷെ അവർക്ക് അല്ലാതെ തന്നെ ഈ ഏജൻസി ചെന്ന് അവരുടെ വീട്ടിൽ പോയി സാധനം എടുത്ത് അവർ കളക്ട് ചെയ്തിട്ടുള്ളൂ. ചില്ല അക്വേറിയങ്ങളെ അലങ്കരിക്കുന്നതിനും കാഴ്ചയിൽ ആകർഷകമാക്കുന്നതിനും പ്രധാന പങ്കാണ് പ്രത്യേകതരം കല്ലുകൾക്കും ചെടികൾക്കും ഉള്ളത്. അക്വേറിയങ്ങളെ ആകർഷകമാക്കുന്ന കല്ലുകൾ കിട്ടാനില്ലാത്തതുകൊണ്ട് രാജസ്ഥാൻ പോലുള്ള അന്യ സംസ്ഥാനങ്ങളെയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളവർ ആശ്രയിക്കുന്നത്. അനൂബിയാസ്, ലിലി ടൈഗർ, വാൾസിനേറിയ എന്നീ വിഭാഗത്തിൽപ്പെട്ട ചെടികൾ 250 മുതൽ മുകളിലോട്ടാണ് വില. ഇത്തരം ചെടികളുടെ കൃഷിക്കും ഏറെ വാണിജ്യ സാധ്യതകളുണ്ട്. കേരളത്തിൽ മലപ്പുറത്തെയും പാലക്കാട്ടെയും പുഴകളിൽ നിന്ന് ശേഖരിക്കുന്ന കല്ലുകളും ഗ്രാവലുമാണ് അക്വേറിയം അലങ്കാരത്തിന് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെ കുളത്തൂർ ഗ്രാമത്തിലാണ് ഏറ്റവും അധികം വാണിജ്യ അടിസ്ഥാനത്തിൽ അലങ്കാര മത്സ്യകൃഷി നടത്തുന്നത്. കുളത്തൂരിലെ ഓരോ വീട്ടിലും ചെറിയ കുളങ്ങൾ നിർമ്മിച്ചും അക്വേറിയത്തിലും മത്സ്യങ്ങളെ വളർത്തി വാണിജ്യ അടിസ്ഥാനത്തിൽ വിപണനം നടത്തുന്നു. 5 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലയുള്ള മീനുകളെ കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഓസ്കാർ, സെവനിയം, ജയന്റ് ഗൗരാമി എന്നീ മത്സ്യങ്ങളെ വലിയ വില കൊടുത്തും വാങ്ങാൻ ആവശ്യക്കാർ ഏറെയുണ്ട്. തുടങ്ങി വരുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫാറ്റനിങ് എന്ന് പറഞ്ഞ രീതിയാണ്. ഫാറ്റനിങ് എന്ന് പറഞ്ഞാൽ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ വലുതാക്കി റീസെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതിന് വരുന്ന രോഗങ്ങൾ എന്താണ്, അതിനെന്ത് തീറ്റയാണ്, എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വെള്ളം മാറേണ്ടതെന്ന് ഒരു 6 മാസം കൊണ്ട് പഠിച്ചു വരുന്നതോടൊപ്പം ഈ ഗപ്പി, മോളി, പ്ലാറ്റി, സോട്ടയിൽ മുതലായ പ്രജനന മത്സ്യങ്ങളെ പ്രസവിക്കുന്ന മത്സ്യങ്ങളെ അത് വളരെ ഈസിയാണ്. അതിൻ്റെ പ്രജനനം വളരെ ഈസിയാണ്, വളർത്തലും വളരെ ഈസിയാണ്, അതിൻ്റെ തീറ്റ കൊടുക്കലും വളരെ ഈസിയാണ്. അതോടൊപ്പം തന്നെ ഇതും ഇങ്ങനെ ചെയ്തു തുടങ്ങി പിന്നീട് ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ടെട്ര, ബാർബ് ഇതിലേക്ക് പതിയെ പോകാവുന്നതാണ്. തുടങ്ങി വരുന്നവർക്ക് ഏറ്റവും നല്ല ഫാറ്റനിങ് ആണ്. ഇവിടുത്തെ ഏതെങ്കിലും നല്ല അക്വേറിയംകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് വരുത്തി കൊടുക്കും. 1000 കുഞ്ഞുങ്ങളെ വേണം പോലെ 1000 കുഞ്ഞുങ്ങളെ വരുത്തി. ഈ 1000 കുഞ്ഞുങ്ങളുടെ ഒരു 70% സർവൈവലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 70% വളർന്ന് 3 മാസം കൊണ്ട് അവർക്ക് റീസെയിൽ ചെയ്യാം. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അലങ്കാര മത്സ്യകൃഷിയിലേക്ക് കടക്കാൻ ഇപ്പോൾ നല്ല അവസരങ്ങളാണ്. പല വിഭാഗത്തിലും നിറത്തിൽപ്പെട്ട മീനുകളെ ഒരു ചില്ലുകൂടിനുള്ളിൽ വളർത്തുന്നതാണ് മത്സ്യവളർത്തൽ ഹോബിയായി കൊണ്ടു നടക്കുന്നവരുടെ പുതിയ ട്രെൻഡ്.
കടൽ ജലത്തിൽ മാത്രം ജീവിക്കുന്ന യെല്ലോ ടാഗ്, ബനാന ബാസ്, ബ്ലൂ ഡേ എന്നീ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് നല്ല വിലയാണെങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട്. സീ ആനിമോൺ പോലുള്ള ജീവികളെയും അക്വേറിയങ്ങളിൽ ഇപ്പോൾ കൂടുതലായി വളർത്തുന്നുണ്ട്. അവക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന മീനുകളുമുണ്ട്. കാർഷിക മേഖലയിലെ വിലയിടവും തൊഴിലാളി പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഇക്കാലത്ത് ആർക്കും തുടങ്ങാവുന്ന ചെറുകിട കൃഷി മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി.